ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവ്വ ഐശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന സർവശക്തനായ ദൈവം അവിടുന്ന് അത്ഭുതങ്ങളെ വെളിപ്പെടുത്തി അനുഗ്രഹിച്ച് മാനിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത, എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം പോറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ജീവിത മേഖലയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരുന്ന നന്മകൾ, കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരുന്ന ജീവിത സാഹചര്യങ്ങൾ എല്ലാം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്നും അകന്നു മാറുമ്പോൾ ദൈവാത്മാവ് വ്യക്തമായി ദൈവാലോചന അറിയിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടാലും ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ അകപ്പെട്ടു പോയാലും സർവശക്തനായ ദൈവം ഒരു വഴിയൊരുക്കി നിന്നെ മാനിക്കും എന്ന ദൈവാത്മാവിൽ വ്യക്തമായി ദൈവിക ആലോചന അറിയിക്കുകയാണ്. അതിനാധാരമായിട്ട് ഒരു ദൈവിക ചിന്ത ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ദേശത്തെ മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഭാത്തിൽ ചെന്ന് അവിടെ അവിടെ ചെന്ന് പാർക്ക എന്നും തിരുവചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്കറിയാം, ഒരു ഏലിയാവിൻ്റെ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ കെരീത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തോട്ടിൻ്റെ അരികെ ഒളിച്ചിരിക്കേണ്ട സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ആ സാഹചര്യത്തിൽ ദൈവാത്മാവ് തനിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കുവാൻ ഇടയായി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഏലിയാവ് കെരീത്ത് തോട്ടിനരികിൽ ഒളിച്ച് താമസിച്ചു. അവിടെ ദൈവം കാക്കകളിലൂടെ അവൻ ആഹാരം നൽകി. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 2-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെയാണ് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്നാൽ വരൾച്ച നീണ്ടപ്പോൾ ആ തോട് വറ്റി. ഇത് മനുഷ്യന്റെ ആശ്രയങ്ങൾ അവസാനിച്ചാലും ദൈവത്തിന്റെ പരിപാലനം അവസാനിക്കില്ല എന്ന സത്യമാണ് നമുക്കിവിടെ വിളിച്ച് കാണിക്കുവാനിടയായിത്തീരുന്നത്. മനുഷ്യന്റെ പരിപാലനം, നേടിക്കൊണ്ടിരുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് അസ്തമിച്ചു പോയേക്കാം. അനുഭവിച്ചുകൊണ്ടിരുന്ന നന്മകൾ, കാക്കയുടെ വരവ്, തോട്ടിലെ വെള്ളം ഒക്കെ ഒരുപക്ഷെ വളരെ വേഗത്തിൽ അസ്തമിച്ചു പോയേക്കാം. ഇതേ അനുഭവം തന്നെ തുടർവാക്യങ്ങൾക്ക് മുന്നമേ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഏലിയാവിന്റെ ജീവിതത്തിൽ അതേ ഒരു സാഹചര്യം അനുഭവിക്കുവാനിടയായി തീർന്നു. കഷ്ടതകൾ കടന്നു വരുവാനിടയായി തീർന്നു. കരീത്ത് തൊട്ടിന്റെ അരികത്ത് ഒളിച്ചിരിക്കുമ്പോഴും ചുരച്ചെടിയുടെ തണലിൽ ഇരിക്കുമ്പോഴും തനിക്ക് പഞ്ഞമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ സമയാസമയങ്ങളിൽ ആഹാരവും വെള്ളവും ലഭിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ തോട്ടിലെ വെള്ളം വറ്റിപ്പോകുവാനിടയായി തീർന്നു. കാക്കയുടെ വരവ് നിൽക്കപ്പെടുവാനിടയായി തീർന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാനുഷികമായ സഹായങ്ങൾ, കരുതലുകൾ
ആശ്വാസങ്ങളൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിലും ദൈവാത്മ പറയുന്നു, മനുഷ്യന്റെ സഹായങ്ങൾ നഷ്ടപ്പെട്ടാലും മനുഷ്യന്റെ ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടാലും സർവശക്തനായ ദൈവം നിന്നെ കൈയൊഴിയാതെ ഒരു വിധവയുടെ ഭവനം ഒരുക്കുവാനിടയായിത്തീരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും നീ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി ഒരുവനെ എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീരും. ആമേൻ. അവിടെ 17-ാം അധ്യായത്തിന്റെ 8-9 വാക്യം ഇങ്ങനെ വായിക്കും, ദൈവം ഏലിയാവിനെ സാരഭാത്തിലെ വിധവയുടെ അടുക്കൽ അയക്കുന്നു. തോട് പറ്റിയപ്പോൾ ദൈവം മറ്റൊരാളെ ഒരുക്കി ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. അങ്ങനെ ഒരു ദൂത് വിളിച്ചു പറയാം, ജീവിത മേഖലയിൽ ആരെല്ലാം കൈവിട്ടാലും ഏതെല്ലാം സാഹചര്യം അടയപ്പെട്ടാലും ദൈവം നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ ഒരുക്കി നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടെ വായിക്കുന്നു. അവൻ സങ്കീർത്തന പുസ്തകം 36-ന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകയില്ല. യഹോവയെ അന്വേഷിക്കുന്ന ദൈവവൈതലെ, നീ നിരാശപ്പെടുവാൻ, നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതെ ദൈവം നിന്നെ പരിപാലിക്കുവാനിടയായിത്തീരും. മനുഷ്യന്റെ സഹായം നഷ്ടപ്പെടാം, ലോക ആമേൻ ആശ്രയങ്ങൾ നഷ്ടപ്പെടാം. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതെ സർവശക്തനായ ദൈവം പരിപാലിക്കുവാനിടയായിത്തീരും. ആ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.